അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞതായി കാണാം. ലികുല്ലി ദാഇൻ ദവാഉൻ ഫഇദാ ഉസീബ ദവാഉൻ അദ്ദാഅ ബറഅ ബിഇദ്നി. അഥവാ എല്ലാ രോഗത്തിനും മരുന്നുണ്ട്, പക്ഷേ ആ മരുന്ന് പ്രയോഗിച്ചാൽ ബിഇദ്നില്ല, അള്ളാഹുവിന്റെ അനുമതി പ്രകാരം മാത്രമാണ് ആ രോഗത്തിന് ശമനം ലഭിക്കുക. നമുക്കറിയാം, നമ്മൾ വലിയ വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ പോകാറുണ്ട്, വലിയ വലിയ വിദഗ്ധരായ ഡോക്ടർമാരെ കാണാറുണ്ട്. എന്തൊക്കെ ചെയ്താലും അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം മാത്രമാണ് രോഗങ്ങൾക്ക് ശിഫ ലഭിക്കുക. ഒരു ഹദീസിൽ ഇപ്രകാരം കാണാം, അൽഹറം അഥവാ വാർദ്ധക്യമൊഴികെ ബാക്കി എല്ലാത്തിനും മരുന്നുണ്ട് എന്നാണ്. നമുക്ക് സൂറത്ത് ഫാത്തിഹ തന്നെ നോക്കിയാൽ അതിലെ ആയത്ത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നാണ്. നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു അഥവാ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടും. അപ്പൊ മറ്റാരോടും സഹായം തേടാൻ പാടില്ലേ? പക്ഷേ ആ സഹായത്തിനൊക്കെ തന്നെ അള്ളാഹുവിന്റെ തീരുമാനമുണ്ടെങ്കിൽ മാത്രമേ ആ സഹായം അവിടെ സഫലമാകൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇസ്തിഗാസ മറ്റു മനുഷ്യന്മാരോട് പാടില്ല എന്നല്ല. ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരോടാകാം, പക്ഷേ അള്ളാഹുവിന്റെ തീരുമാനമുണ്ടെങ്കിൽ മാത്രമേ ആ സഹായം നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പരമമായ സഹായം ലഭിക്കേണ്ടത് അള്ളാഹു. രോഗിയാകുമ്പോൾ അല്ലെങ്കിൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ നമുക്കറിയാം, അതിന്റെ ആശയങ്ങൾ പഠിച്ചാൽ തന്നെ ഇത് വ്യക്തമാകുന്നതാണ്. ഉദാഹരണത്തിന്, വേദന വന്നാൽ 3 പ്രാവശ്യം ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് 7 പ്രാവശ്യം അഊദു ബിസ്സത്തില്ലാഹി വ ഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിറു എന്ന പ്രാർത്ഥനയുണ്ട്. അവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അവിടെ ഇസ്സത്ത് കൊണ്ടും അതുപോലെ തന്നെ ഖുദ്റത്ത് കൊണ്ടും അള്ളാഹുവിന്റെ പ്രതാപം കൊണ്ടും കഴിവ് കൊണ്ടുമാണ് അവിടെ വേദന മാറാനായി അള്ളാഹുവിനോട് ആവശ്യപ്പെടും. അതുപോലെ മറ്റൊരു പ്രാർത്ഥന നമുക്കറിയാം, അവിടെ നമുക്കറിയാം, അന്തഷാഫി ലാ ഷിഫാ ഇല്ലാ ഷിഫാക്ക, നീയാണ് ശമനം നൽകുന്നവൻ, നിന്റെ ശമനമല്ലാതെ മറ്റൊരു ശമനവും ഇല്ല എന്നാണ് നമ്മൾ പറയുന്നത്. ഇത്തരം പ്രാർത്ഥനകളിൽ തന്നെ ഇതിന്റെ സന്ദേശം അടങ്ങി. അപ്പോൾ അള്ളാഹുവിനോട് നമ്മൾ തേടുക, രോഗങ്ങൾക്ക് നമ്മൾ ചികിത്സിക്കുക, അല്ലാതെ ചികിത്സ പാടില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരു രീതി, അത് മുസ്ലിമിനെ സംബന്ധിച്ച് ഭൂഷണമല്ല എന്ന് മനസ്സിലാക്കുക. അള്ളാഹു നമ്മളുടെ എല്ലാവിധ രോഗങ്ങളും മാറ്റി സൗഖ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.